അഡ്വക്കേറ്റ് ലാൽകുമാർ, രക്ഷാപ്രവർത്തനത്തെ കേന്ദ്ര സർക്കാർ കച്ചവടമായി കാണുന്നു എന്ന് താങ്കൾക്ക് നിരീക്ഷണമുണ്ടോ? പ്രധാനമന്ത്രി ചൂരൽമലയിലെ ഈ അപകടം ഉണ്ടായ ശേഷം ഇവിടെ സന്ദർശിക്കുകയുണ്ടായി. പ്രധാനമന്ത്രി കേരളത്തിൽ ഈ വിഷയത്തിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആശ്വാസമായിട്ടാണ് സാധാരണ കരുതുക. രാഷ്ട്രീയം ഒരല്പം മാറ്റിവെക്കാം. കാര്യം പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ അവിടെ വരുമ്പോൾ നാഷണൽ അറ്റൻഷൻ കിട്ടുകയും നോക്കൂ അവിടെ നടന്നത് എന്താണ്, യഥാർത്ഥത്തിൽ അതിന്റെ സ്കെയിൽ എന്താണ് എന്ന് രാജ്യം ഭരിക്കുന്ന ആൾ തന്നെ അറിയുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മുടെ മുഖ്യമന്ത്രിയും അവിടെയുള്ള നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ മുതിർന്ന ആൾക്കാരും, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഒരു സംഘം തന്നെ അദ്ദേഹത്തെ അനുഗമിക്കുകയുണ്ടായി. അദ്ദേഹം വരുന്നു, അദ്ദേഹം നന്നായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നു, ആൾക്കാരെ സമാശ്വസിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളന്ന് അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യമാണ്. നോക്കൂ, അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തതിന് കാര്യം എന്താണ്? രാജ്യത്തിന്റെ ഭരണാധികാരി നമുക്കൊരു ദുഃഖം വന്നപ്പം നമ്മുടെ കൂട്ടത്തിൽ നിൽക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അല്ലാതെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ആദർശത്തോടുള്ള ബഹുമാനം കൊണ്ടല്ല. അതിനെ പൂർണ്ണമായി എതിർക്കുമ്പോൾ പോലും നമ്മളോടൊപ്പം അവർ നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുണ്ടായിരുന്നത്. കാര്യം അതെന്താണ് നമുക്ക് അങ്ങനെ പ്രതീക്ഷ വരിക? വയനാട്ടിലെ ജനങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ എല്ലാം തകർന്നു നിൽക്കുന്നവർക്ക് ഒരു ആശ്വാസ വാർത്തയെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയണം. ആ ഫൈനാൻഷ്യൽ ഫണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട്, എയ്ഡ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കിട്ടും എന്ന് നമ്മൾ വ്യക്തമായി പ്രതീക്ഷിച്ചു. പക്ഷെ ഈ പ്രാവശ്യം അത് ഉണ്ടായില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, മുമ്പത്തെ പ്രാവശ്യം ഉണ്ടായോ? ആ മുമ്പത്തെ പ്രാവശ്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. ആ മുമ്പത്തെ പ്രാവശ്യം നടന്ന ഡാമേജിനെക്കാട്ടിലും വലിയ സ്കെയിലിൽ 400 പേരിൽ മേളിൽ മരിച്ച ഒരു സംഭവത്തെ ഇത്ര ലഘൂകരിച്ച് ഇങ്ങനെ ഒരു മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറുന്ന ഒരു സർക്കാർ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ലേ? നമ്മൾ ഈ രാജ്യത്തിലെ ഈ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിൽ പെടുന്ന ഒരു സംസ്ഥാനം അല്ലേ? ഇത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നതിനകത്ത് കേരളം ഉൾപ്പെടുന്നില്ലേ? എന്താണ് ഈ ചിറ്റമനയം കേരളത്തോട്? ഇത് ഇപ്പൊ തുടങ്ങിയതല്ലോ, ഒരു വിഷയത്തിൽ വരുന്ന കാര്യമല്ല. ഓരോ വിഷയങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന, ഇപ്പൊ കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് പോലും കേരളത്തോടുള്ള അവഗണന എന്ന് പറഞ്ഞ് ഉള്ള വാർത്തകൾ അന്ന് തന്നെ വരുമായിരുന്നു. അങ്ങനെയുള്ള വലിയ അവഗണന ഈ സംസ്ഥാനം നേരിടുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ പറയുന്ന എല്ലാ സർവതലത്തിലും ആ അവഗണന നിൽക്കുമ്പോഴും ഈ പ്രശ്നത്തിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. നോക്കൂ, ആർമി വന്നതിനും അല്ലെങ്കിൽ നേവി വന്നതിനും ഒക്കെ ക്യാഷ് ചോദിക്കുന്നു. അത് ചിലപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ ഒരു വാദം അങ്ങോട്ട് വെക്കാം. പ്രൊവൈഡഡ് ദേ ഷുഡ് ഗീവ് ദ മണി ടു അസ്. എന്ത് സപ്പോർട്ടാണ്, എന്ത് എയ്ഡാണ് കേന്ദ്ര സർക്കാർ തന്നത്? അത് പരമാവധി ഡിലേ ചെയ്യാൻ നോക്കുകയല്ലേ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്? 1 രൂപ നയ പൈസ നമുക്ക് ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാതെ, ജനങ്ങളിലേക്ക് എത്തിക്കാതെ ന്യായം പറയുകയാണ്. പിന്നെ നേരത്തെ കൊടുത്ത ഫണ്ടുണ്ട്. നോക്കൂ, ചെന്നൈയിൽ എന്ത് എയ്ഡാണ് അവർ കൊടുത്തത്? കാര്യം ചെന്നൈ അത് പ്രതികരിക്കുക, നമ്മൾ ജനാധിപത്യപരമായി പ്രതികരിക്കുന്ന ഒരു സംവിധാനം നമുക്കുണ്ട്. DMK ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല അവിടെ പ്രതികരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഒരല്പം പേടിയും കൂടെ കാണുമെന്ന് ഞാൻ കണക്കാക്കുന്നു. കാര്യം ദ്രാവിഡ രാഷ്ട്രീയത്തിനോട് എന്നും കേന്ദ്രത്തിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരല്പം ഭയം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കൂടുതലും ദേശീയ രാഷ്ട്രീയം സംസാരിക്കുകയും അല്ലെങ്കിൽ ഒരു ദേശീയ തലത്തിൽ നിൽക്കുന്ന നമുക്ക് മലയാളി എന്നുള്ള ബോധത്തിനെക്കാട്ടിലും കൂടുതൽ ഈ രാജ്യം എന്നുള്ള ബോധമാണ്. കാര്യം നമ്മുടെ നാട്ടിലുള്ള പാർട്ടികളെല്ലാം, പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം നാഷണൽ പാർട്ടികളാണ്. കോൺഗ്രസ്, CPIM, BJP, കേരള കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് ആണെങ്കിൽ പോലും അവരൊക്കെ UDFന്റെ ഭാഗമായോ അല്ലെങ്കിൽ LDFന്റെ ഭാഗമായോ നിൽക്കുന്ന ആൾക്കാരാണ്. ദ്രാവിഡൻ രാഷ്ട്രീയത്തിൽ അതല്ല സംഭവിക്കുന്നത്. അത് വ്യക്തമായി അവരവരുടെ പ്രതികരണം ലോക്കൽ ലെവലിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് സത്യം. ആ ഭയം അവർക്കൊണ്ട് ആന്ധ്രാപ്രദേശിന്റെ കാര്യത്തിലാണെങ്കിലും തമിഴ്നാടിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ പെട്ടെന്ന് സപ്പോർട്ട് വരുന്നതിന് കാരണം അതാണ്. നമുക്കത് പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് ഈ പറയുന്ന ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനം, സർക്കാർ ഏത് തന്നെ ആകട്ടെ, ആ സർക്കാരിലെ അതിന്റെ കീഴിൽ വരുന്ന ജനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കത്തക്ക രീതിയിൽ ഒരു അന്തരീക്ഷം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കാതെ കോടതിയിൽ കിടന്ന് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുകയും എന്നാൽ 1 രൂപ, ഒരു നയ പൈസ പോലും ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം വളരെ പ്രകടമാണ്. അത് നമുക്ക് മനസ്സിലാകും. അത് കേരളത്തോടുള്ള വലിയ അവഗണനയാണ്
എന്ന് പറയാതെ വയ്യ. ഇതിങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാര്യം കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ പ്രാവശ്യവും കോടതി കയറി ഇറങ്ങണം. കാര്യം ഇത്രയും വലിയ ഡാമേജ് സംഭവിച്ചതിന് ശേഷം നോക്കൂ, എത്ര പേര് മരിച്ചു. നമുക്കിവിടെ എത്രയോ ദിവസം അവിടുത്തെ നമ്മളെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട വന്നു ഇതിൽ നിന്നൊന്ന് റിവൈവ് ചെയ്ത് വരാൻ. ഇപ്പോഴും അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് എങ്ങനെയാണ് അവർ അവിടെ ജീവിക്കുന്നത്? അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അതിലേക്ക് വരാം അഡ്വക്കേറ്റ് ലാൽകുമാർ.